KPCC പ്രസിഡന്റിനോട് രാജ്യസന്നദ്ധത അറിയിച്ച മറ്റത്തൂരിലെ വിമത നേതാക്കൾ. DCC അധ്യക്ഷന് പിഴവുണ്ടായതായി KPCC ബോധ്യപ്പെടുത്താനായതായി വിമത നേതാവ് TN ചന്ദ്രൻ. പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കും, പക്ഷേ തീരുമാനങ്ങൾ ഏകപക്ഷീയമാകരുത്. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടാൽ ഉടൻ രാജിയെന്നും ചന്ദ്രൻ അറിയിച്ചു. നമുക്കൊരു പ്രതികരണം കേൾക്കാം. ആദ്യം KPCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഇന്നലെ ഞാനടക്കമുള്ള നേതാക്കൾ ശ്രീ റോജി ജോണുമായി ചർച്ച നടത്തുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പാർട്ടിയിൽ കുറേ നാളുകളായി നിലനിൽക്കുന്ന വിഭാഗീയതയുടെയും അതുപോലെ തന്നെ തെറ്റായ ചില പ്രവണതകളുടെയും അടിസ്ഥാനത്തിലാണ് മറ്റത്തൂരിൽ ഈ സംഭവ വികാസങ്ങൾ മുഴുവൻ ഉണ്ടാകാൻ കാരണമെന്ന് ഞങ്ങൾക്ക് പാർട്ടി നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അപ്പോൾ അതിനനുസൃതമായ ചർച്ചകളും നടപടികളും ഉണ്ടാകും എന്നാണ് ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒരു ക്രിയാത്മകമായ നിലപാടാണ് പാർട്ടി നേതൃത്വം സ്വീകരിക്കുന്നത് എങ്കിൽ രാജി വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടി തീരുമാനങ്ങൾക്കും വഴങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് വ്യക്തമായി പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്. MS ലിഷോ ഈ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ലിഷോ, ഈ സമ്മർദ്ദം തുടങ്ങിയിട്ട് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾക്കിടയിൽ തന്നെ ഈ സമ്മർദ്ദത്തിന് വേണ്ടിയുള്ള ഗൂഢാലോചന, അത്തരത്തിലുള്ള ചിന്തകൾ, ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വന്ന ഇവരുടെ ആദ്യത്തെ രാജിക്കത്ത് പോലും മറ്റൊരു സന്ദർഭത്തിൽ എഴുതി മറ്റൊരാളെ ഏൽപ്പിച്ച രാജിക്കത്തായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം സൂപ്പർ പ്രൈം ടൈമിൽ അതിഥികളായിരുന്നപ്പോൾ ഇവരുടെ ഒരു പ്രതിനിധി തന്നെ പറഞ്ഞത് ഇപ്പോഴും ഈ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ BJPയുമായി സഹകരിച്ചു എന്ന ആരോപണത്തിന്റെ പേരിൽ പാർട്ടി നടപടിയുടെ മുന്നിൽ നിൽക്കുമ്പോഴും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. അതിന് വഴങ്ങുകയാണെങ്കിൽ ഞങ്ങൾ രാജിവെക്കാം എന്ന് പറയുമ്പോൾ വഴങ്ങുകയാണെങ്കിൽ മാത്രമേ രാജിയുള്ളൂ എന്നതുകൂടിയാണ്. തീർച്ചയായും സമ്മർദ്ദതന്ത്രം തന്നെയാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. കാരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റത്തൂരിലെ വിഷയം കോൺഗ്രസിന് വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയ ഒരു വിഷയമാണ്. സംസ്ഥാന തലത്തിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇതിനെ വിമർശിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും രംഗത്ത് വന്നതാണ്. ആ ഒരു ഘട്ടത്തിൽ പാർട്ടിക്ക് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അത് പരമാവധി ഒഴിവാക്കണം എന്നുള്ളത് തന്നെയാണ്. ഇതിന്റെ ഭാഗമായാണ് ഇന്നലെ റോജി M ജോണുമായി ഈ പാർട്ടി നേതാക്കൾ ചർച്ച നടത്തിയത്. ആ ചർച്ചയെ പക്ഷേ തീരുമാനമായിരുന്നില്ല. പക്ഷെ ഒരു സമവായ നീക്കം ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അതായത് പാർട്ടി തങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ അത് അംഗീകരിക്കുകയാണെങ്കിൽ തങ്ങൾ രാജിവെക്കാൻ തയ്യാറാണെന്നുള്ളതാണ് വിമത നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. പക്ഷേ രാജിവെക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ പോലും അവരുടെ ഒരു നീക്കം എന്ന് പറയുന്നത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കില്ല. കാരണം പ്രസിഡന്റായി നിലവിലുള്ളത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ സാധ്യതയില്ല. അതേസമയം വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്നത് കോൺഗ്രസ് വിട്ടുവന്ന ഒരു നേതാവാണ്. അതായത് കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ പുറത്താക്കിയ അല്ലെങ്കിൽ കോൺഗ്രസ് ചിഹ്നത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഒരു പ്രവർത്തകയാണ്. അതുകൊണ്ട് തന്നെ ആ സ്ഥാനം വേണമെങ്കിൽ രാജിവെക്കാം എന്നുള്ള ഒരു നിലപാട്, അങ്ങനെയാണ് ഒരു സമവായം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ KPCC നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട അതിലെന്ത് സമവായമാണുള്ളത്? കാരണം ആ ഭരണസമിതി അവിടെ നിലനിൽക്കും, പ്രസിഡന്റ് തുടരുകയും ചെയ്യും. ആ ഭരണസമിതിക്ക് പിന്തുണ നൽകുന്നത് BJPയുടെ അംഗങ്ങളും ഈ പറയുന്ന വിമതരും ചേർന്നുള്ളതാണ്. ആ മുന്നണിയെ എന്ത് പേരിട്ട് വിളിക്കും എന്ന് KPCCക്ക് വിശദീകരിക്കാൻ കഴിയില്ല. അതായത് നിലവിൽ കോൺഗ്രസ് അംഗമല്ലാത്ത വ്യക്തി കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിക്കാത്ത വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരാണ് ഇപ്പോൾ പ്രസിഡന്റ് ആയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് ഇതിനോടകം തന്നെ പിന്തുണ നൽകി അവരെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇനി ഇപ്പോൾ ആ സ്ഥാനത്ത് നിന്ന് നീക്കാനായി പിന്തുണ പിൻവലിച്ചാലും 6 മാസമെങ്കിലും ചുരുങ്ങിയത് സമയമെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഈ പിന്തുണ പിൻവലിച്ചുകൊണ്ട് മാത്രം ഈ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അവരെ നീക്കാൻ കഴിയില്ല. അവർ വിമതയായതിനാൽ തന്നെ അവർക്ക് മേൽ ഈ പാർട്ടി സമ്മർദ്ദങ്ങൾ ചെലുത്താനും കഴിയില്ല എന്നുള്ളതാണ് ഇവരുടെ ന്യായം.